2022 ജൂലൈ മാസം ഒരു കന്യാസ്ത്രീ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മഠത്തിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. മൂത്രത്തിലും മലത്തിലും കുളിച്ച് കൈ പഴുത്തു വേർപെട്ടു പോകാറായ ഒരു മനുഷ്യൻ, വേദന കൊണ്ടും പട്ടിണി കൊണ്ടും ശരീരത്തിലെ പുഴുക്കളുടെ ശല്യം കൊണ്ടും 45 ഡിഗ്രി ചൂടിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു മനുഷ്യൻ. 5 മിനിറ്റ് കൊണ്ട് സൂര്യാഘാതമേൽക്കുന്ന ചൂട്. ദൈവങ്ങളെയെല്ലാം അവൻ്റെ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ട്. മദർ തെരേസായുടെ മക്കൾക്ക് ആ മുഖം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുഖം പോലെ തോന്നി. അവർ അവനെ കൈകളിൽ വാരിയെടുത്തു. അധികാരികളിൽ നിന്ന് അനുവാദം വാങ്ങിച്ചു. അവനെ 1 മണിക്കൂർ യാത്ര ചെയ്ത് ഗുണ്ടൂർ എന്ന സ്ഥലത്തുള്ള ഹൗസിലെത്തിച്ചു. ഒരു ആശുപത്രിയും അവനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവനെ അവർ കാണാതെ പോയ ഒരു സ്വന്തം സഹോദരനെ പോലെ പരിചരിച്ചു, കുളിപ്പിച്ചു, ഭക്ഷണം വാരിക്കൊടുത്തു, നുരയ്ക്കുന്ന പുഴുക്കളെ എടുത്തു മാറ്റി, മുറിവുകൾ വൃത്തിയാക്കി, മരുന്നുകൾ വെച്ച് കെട്ടി, മരുന്നുകൾ കൊടുത്തു, സ്നേഹം കൊടുത്തു. അവനു വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ഏത് ആശുപത്രിയിൽ പോയാലും മുറിച്ചു കളയണമെന്ന് പറയുന്ന അവൻ്റെ കയ്യിൽ കെട്ടി മുറുകിപ്പോയിരുന്ന റബ്ബർ ബാൻഡ് ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. അസ്ഥിയോട് ചേർന്നിരിക്കുന്ന റബ്ബർ ബാൻഡ്. സുഖപ്പെട്ടപ്പോൾ അവന് സുബോധം വന്നു. ബീഹാറിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു. 2-3 മാസത്തെ പരിചരണം കൊണ്ട് അവൻ സുഖപ്പെട്ടു. സിസ്റ്റേഴ്സ് 2022 നവംബർ മാസം 11 അവനെയും കൂട്ടി അവൻ്റെ ഗ്രാമത്തിലെത്തി. 2020 അവനെ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് കാണാതെ പോയതാണ്. നാട്ടുകാരെല്ലാം കൂടി അവൻ്റെ വീട് കാണിച്ചു കൊടുത്തു. അവൻ്റെ അമ്മയെയും ഇളയ സഹോദരൻ്റെയും കൂടെ അവനെ അവരാക്കി. വളരെ സന്തോഷത്തോടെ അവനെ അവർ സ്വീകരിച്ചു. മോഹൻ എന്നാണ് അവൻ്റെ പേര്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ എത്രയെത്ര കഥകൾ. നിങ്ങളെ ആശുപത്രിയിൽ ശുശ്രൂഷിച്ച സിസ്റ്റർ നിങ്ങളെ മതം മാറ്റിയോ? നിങ്ങളെ പഠിപ്പിച്ച സിസ്റ്റർ നിങ്ങളെ മതം മാറ്റിയോ? ക്രിസ്തീയ സഭകൾ നടത്തുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂളുകളിലും ആശുപത്രികളിലും അനാഥാലയങ്ങളിലും വന്നുപോയവരെയെല്ലാം മതം മാറ്റി ക്രിസ്ത്യാനികളാക്കിയിട്ടുണ്ടോ? ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസവും ചികിത്സയും ലഭിച്ചിട്ടില്ലേ? ഇതേ നിലപാടാണ് ഉത്തരേന്ത്യയിൽ സഭയ്ക്കുള്ളത്. അതാണ് പ്രശ്നം. ആദിവാസികൾ, പിന്നോക്ക സമൂഹങ്ങൾ, ജാതി വ്യവസ്ഥയിൽ അടിമകളായി കഴിയുന്നവർ, ഇവരെ ഉയരാൻ അനുവദിക്കാത്ത സംഘപരിവാർ നിലപാടുകളുടെ കാപട്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും തുല്യതയിൽ ജീവിക്കട്ടെ. അതിൽ അസ്വസ്ഥരാകുന്നത് വർഗീയ ജാതി മേലാളന്മാരുടെ സംഘപരിവാറാണ്. അതാണ് പ്രശ്നം. അവിടെ ഒരു മതപരിവർത്തനവും നടക്കുന്നില്ല എന്ന് അവർക്കും പോലീസിനും നന്നായി അറിയാം. ഇന്ത്യയിൽ വെറും 2% മാത്രമുള്ള ക്രിസ്ത്യാനികളെ സംഘപരിവാർ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് ഉത്തരം ഇതാണ്. പഠിച്ചിറങ്ങിയ കുട്ടികളെ അടിമപ്പണിക്ക്, ചൂഷണത്തിന് സംഘപരിവാർ ജന്മി മേലാളന്മാർക്ക് ലഭിക്കില്ല. അതാണ് പ്രശ്നം. അതിനവർ കള്ളക്കഥകൾ ചമയ്ക്കുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം.